കണ്ടില്ലേ കാണികള് ത്രില്ലടിച്ച് നിക്കണ്. നോക്കിയടാ രോമ എന്നേക്കുന്നത്. മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ് അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. ഞാൻ പറഞ്ഞത് മോഹൻലാലിനോട് കൈത്തറി മുണ്ട് വെള്ള ജുബ സാധാരണക്കാരനെ പോലെ. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ ഇങ്ങനെ പിടിച്ചു. എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു ഇങ്ങനെ തന്നെ വരണം. നന്ദി സാർ. പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? താങ്ക് യു. ശരിയാടാ, റാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. പ്രായം എത്രയാണ് എന്ന് നോക്കാതെ പ്രായം കൂടിയവരും പ്രായം കുറഞ്ഞവരും ഒരുപോലെ ഒരാളുടെ പേര് പറയുമ്പോൾ ഏട്ടൻ എന്ന് കൂട്ടിയാണ് പറയുന്നത്. ഒരു കവിത എഴുതി കൊടുത്ത എനിക്ക് ഏട്ടൻ എന്ന് കൂട്ടിയാണ് പറയുന്നത്. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അത് ദാസേട്ടൻ എന്ന കേരളത്തിന്റെ മഹാനടനെ കുറിച്ചാണ്. അത് ദാസേട്ടൻ കേരളത്തിന്റെ മഹാനടനെ കുറിച്ചാണ്. മണ്ടത്തരം പറയാതറ മണ്ട. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ. ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. പ്രിയ ലാലേട്ടൻ, മലയാളികൾക്ക് ശ്രീ മോഹൻലാലിനെ അങ്ങനെ വിശേഷിപ്പിച്ചാൽ തൃപ്തിയാകൂ. അങ്ങയുടെ സാന്നിധ്യം ഈ കലോത്സവ വേദിക്ക് നൽകിയ ആവേശം ചെറുതല്ല. ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസാനം കൈയടി കിട്ടുന്നത്. എന്തായാലും കലക്കിടാൻ ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.